ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. മഞ്ചേരി FM യുവവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാർട്ടി വെൽക്കം. ഇപ്പോ ഇതാ +2 റിസൾട്ട് വന്നു, CBSE റിസൾട്ട് വന്നു, 10th റിസൾട്ട് വന്നു, ഡിഗ്രി റിസൾട്ട് വന്നു. അപ്പൊ ഇനി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന്റെയും കരിയർ സെലക്ഷന്റെയും ഒക്കെ ഹൈ ആൻഡ് ക്രൂഷ്യൽ ടൈമാണ്. Some guys will go for medicine, some will go for engineering, and some of them will follow their passion. ഇന്ന് എന്റെ ഫ്രണ്ടില് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആളുടെ സ്റ്റോറി വൻ ത്രില്ലിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആണ്. ഏകദേശം ഒരു വർഷം 3 ലക്ഷത്തോളം പേര് എഴുതുന്ന MTech എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ് എക്സാം അത് എഴുതി ഓൾ ഇന്ത്യ 1029 റാങ്ക് ക്രാക്ക് ചെയ്ത് IIT അഡ്മിഷൻ വരെ കിട്ടിയ ഒരു ചില്ലറക്കാരിയല്ലാത്ത ആളാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഹെന്ന MT എന്നാണ് ആളുടെ പേര്. ആളൊരു മൾട്ടി ലെവൽ സ്റ്റാർ ആണ്. ബ്രൈഡൽ മേക്ക് ഓവർ ആണ് ആളുടെ കോർ ഫീൽഡ്. അതുകൂടാതെ യൂട്യൂബർ ആണ്. സ്വന്തമായിട്ടൊരു മേക്കപ്പ് അക്കാഡമി നടത്തുന്നുണ്ട്. ജ്വല്ലറി ബിസിനസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു യുവ സംരംഭകയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പറയാം. പിന്നെ ആളുടെ സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ത്രില്ലിംഗ് ആണെന്നുള്ളത്. സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള സർക്കാർ ജോലി വരെ വേണ്ട എന്ന് വെച്ച് മേക്കപ്പ് എന്ന പാഷനെ ഏർഡന്റ് ആയി ഫോളോ ചെയ്ത് വിജയം കണ്ടെത്തിയ ഒരു 27കാരി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റേതായ ഒരു ഇടം കണ്ടെത്തി എന്ന അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച ഒരു പെൺകുട്ടിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹെന്നയെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു യുവവാണി ഷോ. താങ്ക് യു സോ മച്ച്. ഹൗ ഇസ് ലൈഫ്? ഹൗ ഇസ് ഗോയിങ്? എവറിത്തിങ് ഗോയിങ് സോ സ്മൂത്ത്. സോ സ്മൂത്ത് എന്ന് പറയാൻ പറ്റില്ല. ഒരു കൂൾ ബ്രീസോട് കൂടിയ ചെറിയ വേവ്സ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ്. നോട്ട് ലൈക്ക് എ വേവി സീ, but No. it's very calm. Calm. Okay. I think your face is showing that you're very happy. What about current events? Makeup, traveling, blogging, collaboration, etc. ആക്ച്വലി ബിസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ബിസി എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളുടെ സന്തോഷത്തിന് ഇഷ്ടം പോലെ ടൈം കിട്ടുന്ന ഒരു തരം ബിസി എന്ന് പറയേണ്ടി വരും. ഒന്നാമത് സീസൺ ടൈം കൂടിയാണല്ലോ. Wedding seasons. യെസ്, വെഡിങ് സീസൺ ആണ് മെയ് ഒക്കെ. പക്ഷെ ഈവൻ ജൂൺ ജൂലൈ വെഡിങ് സീസൺ അല്ലെങ്കിൽ പോലും അതും നമുക്ക് ഒരുപാട് ഫുള്ളി പാക്ഡ് ആണ്. കുറെ ബുക്കിംഗ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ മേക്കപ്പ് അക്കാഡമിയില് ഇപ്പൊ റീസെന്റ് ഒരു ബാച്ച് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ട്രാവലിംഗ്. ഇപ്പൊ റീസെന്റ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഞങ്ങള് കാറില് ബൈ റോഡ്. ഏതായിരുന്നു കാർ? കിയ സെൽറ്റോസ്. ഓക്കെ, അപ്പം അതിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ കുറച്ച് ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോ ഒരു ദുബായ് ട്രിപ്പും കഴിഞ്ഞു. ഇപ്പം ഫുള്ളി ഫോക്കസ്ഡ് ഇൻ ബിസിനസ്. പിന്നെ വ്ളോഗിംഗ് നടക്കുന്നുണ്ട്. പ്രൊമോഷൻസ് ആൻഡ് കൊളാബറേഷൻസ്, എവറിത്തിങ് ഇസ് ഗോയിങ് സോ വെൽ, സോ സ്മൂത്ത്. ബിസി ആയിരിക്കട്ടെ. അതെ. അപ്പൊ ഈ ഒരു മേഖല മേക്കപ്പ്, ഹൗ വാസ് ദ എൻട്രി ടു ദ ഫീൽഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഇതിനൊരു ഒറ്റ വാക്കിലുള്ള ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ. അതായത് ഒറ്റ വാക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുമല്ല. പണ്ട് മുതലേ എനിക്ക് ഈ ഒരുങ്ങുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമുക്കൊരു കൺമശി, ഒരു പൗഡർ, ഇതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോഴേ പൗഡർ കൊണ്ട് നമ്മളെല്ലാം ഇടുന്നു. പുരിയത്തിന് മുകളിൽ ഇങ്ങനെ കുത്തുകുത്തിടുന്നു. അങ്ങനെ എല്ലാവിധ പരിപാടികളും നമ്മുടെ കയ്യിൽ അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അതെ. പിന്നെ നമ്മള് ഈ ബെഡ്ഷീറ്റ് കൊണ്ട് സാരി ചുറ്റുന്നത് മുതൽ അത് മുതൽ പറയേണ്ടി വരും. ലൈക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പണ്ടേ മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെ മുതൽക്ക് തുടങ്ങിയത്. നമ്മൾ അന്നൊന്നും ഇതൊന്നും ഇങ്ങനെ ആവും എന്റെ ലൈഫ് എന്നൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി പോലും അന്നൊന്നും ഇല്ലല്ലോ. ലൈക്ക് ഒരു ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോ അപ്പം അതെ UP LP ആ സമയത്തൊക്കെ. പിന്നെ അന്നേ ഞാൻ മ്യൂസിക്കും ഡാൻസും അതെല്ലാം ഞാൻ സ്കൂളിലെല്ലാം പങ്കെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക് പാട്ട് പാടും? പാട്ട് ചെറുതായിട്ടൊക്കെ പാടും. ഇന്റർവ്യൂ കഴിയുന്നതിന് മുമ്പ് ഒരു പാട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ചെറുതായിട്ടെന്നല്ല, എന്റെ പപ്പ പാടും. പപ്പയ്ക്ക് അങ്ങനെ മ്യൂസിക്കുമായിട്ട് അത്യാവശ്യം ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ മ്യൂസിക്കിനെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 3-4 ഇയേഴ്സ് മ്യൂസിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ആരാധിക ടീച്ചറുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കോളേജിലുള്ള സമയത്തും ഒക്കെ ഞാൻ മ്യൂസിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ ഉള്ളൊരു ഫീൽഡിലല്ല എന്നുണ്ടെങ്കിൽ മേ ബി ലൈക്ക് ആ ഫീൽഡിലായിരുന്നിരിക്കാം. അപ്പൊ എന്റെ തുടക്കം അതായിരുന്നു. പിന്നെ ഞാന് ബ്രൈഡൽ മേക്കപ്പിലേക്ക് എങ്ങനെ ഇറങ്ങി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ BTech ഡയറക്ട് ടെക്നോളജി ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പോൾ ആണ് ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ, നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരുങ്ങുന്നൊക്കെ ഒരു ടൈം ആണല്ലോ, നമ്മൾ കുറച്ചും കൂടെ ബ്യൂട്ടി ഒക്കെ നോക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു. ഞാൻ സ്വയം മേക്കപ്പ് ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററുടെ വെഡിങ്ങിന് ഞങ്ങൾ പോയി. ഞങ്ങൾ തലേ ദിവസം ഞാൻ അവിടെ ഉള്ള എന്നോട് മേക്കപ്പ് ചെയ്തിരുന്നു ചോദിച്ച ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവിടെ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഭാബി എന്റെ അടുത്ത് ചോദിച്ചു,
എന്നാ നിനക്ക് ഇത് ഇങ്ങനെ ചെയ്യാനൊക്കെ പോയിക്കൂടെ, അത്യാവശ്യം ഏണൊക്കെ ചെയ്യാലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്റെ ഒരു മൈൻഡും എന്റെ ഒരു ഫോക്കസും ഞാൻ വളർന്നു വന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ സ്റ്റഡീസ് ആണ്. അക്കാഡമിക്സ് ഓൺലി. അക്കാഡമിക്സിലാണ് മെയിൻ ഫോക്കസ്. പാട്ടും ഡാൻസും ഒക്കെ സൈഡിലൂടെ ഉണ്ടെങ്കിലും ദിസ് വാസ് എ മെയിൻ ഫോക്കസ്. അപ്പം 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു ആദ്യത്തെ കടമ്പ. +1 ഫുൾ A+ ആയിരുന്നു നെക്സ്റ്റ് കടമ്പ. ട്രാക്ക് ചെയ്തല്ലോ അല്ലേ? യെസ്. +2 ഫുൾ A+ ആയിരുന്നു. 97% ആയിരുന്നു എന്റെ സ്കോർ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഞാനൊരു നമ്മൾ ഈ പഠിപ്പിന്നൊക്കെ ലാബിൽ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരല്ലേ. അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലില്ല. ആ ഒരു ലേബലിലാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ ഇവരിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അയ്യേ അതെനിക്ക് ചേർന്നതല്ല, അത് വേണ്ട എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇത്രയും പഠിച്ച ഒരാൾ അതിലേക്ക് പോവേ എന്നുള്ള ഒരു എന്താ പറയാ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ടോ, ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് അതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നപ്പോ ഇൻസ്റ്റന്റ്ലി ഞാൻ അതവിടെ റിജക്ട് ചെയ്യാണ് ചെയ്തത്. അത് എനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ. പക്ഷെ പിന്നീടാണ് ഞാൻ ആക്ച്വലി അതിനൊരു തോട്ട് കൊടുത്തത്. വൈ നോട്ട് ഞാൻ എനിക്കിതിന് സ്കില്ലുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണല്ലോ എല്ലാവരും എന്നോട് ചെയ്യാൻ പറയുന്നത്. സ്കില്ലുണ്ട്, പക്ഷെ ഇതൊരു പ്രൊഫഷൻ ആക്കുന്നതിനെ പറ്റിയിട്ട് ആക്ച്വലി അതിന് ശേഷമാണ് ഞാൻ ഒരു തോട്ട് കൊടുത്തത്. അവിടെ ഞാൻ അന്ന് ചെയ്തപ്പോഴും കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനൊരു തോട്ട് കൊടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു? ഞാൻ എന്റെ LP UP പഠിച്ചത് AMUP സ്കൂൾ വടക്കാങ്ങര. ഞാൻ അവിടെയോട്ടോ പഠിച്ചത്. നൈസ്. സ്കൂള് LP UP വടക്കാങ്ങര സ്കൂളാണ്, പയ്യനാട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 8th to 10th മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ HMISSS മഞ്ചേരി. ആ സമയത്ത് തന്നെ എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വർഷം ഞാൻ മെഡിക്കൽ എൻട്രൻസ് മാത്രമേ എഴുതിയുള്ളൂ. കുറച്ച് വലിയ റാങ്ക് ആയതുകൊണ്ട് നമ്മൾ അതിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്ട്രെസ് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോ അറിയാലോ, നല്ല പ്രഷറാണ് നമുക്ക്. അപ്പൊ എനിക്ക് ആ വർഷം ഞാൻ എഴുതിയപ്പോഴും എനിക്ക് അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. എല്ലാരും പറഞ്ഞു ഇപ്പൊ കിട്ടുന്ന കോളേജിൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഐ തോട്ട് ലൈക്ക് ഐ സ്പെൻഡ് 1 year ഓൾറെഡി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ആ വർഷം മാത്രമാണ് ഞാന് ഈ മെഡിക്കൽ എൻട്രൻസിന്റെ കൂടെ എഞ്ചിനീയറിംഗ് എൻട്രൻസും കൂടെ എഴുതിയത്. യെസ്. മെഡിക്കൽ എൻട്രൻസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മെഡിസിന് കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എഞ്ചിനീയറിംഗ് വരുമ്പോഴത്തേക്കും അതിലൊന്നും കൂടെ നല്ല റാങ്ക് ആയിരുന്നു. ഞാൻ അങ്ങനെ കോളേജസിൽ കൊടുത്തു. ഞാൻ ആഗ്രഹിച്ച കോഴ്സ് തന്നെ കിട്ടി. കോഴ്സ്? BTech ഡയറി ടെക്നോളജി. പാലും തൈരും. യെസ്. ചുരുക്കി പറയുമ്പോ എല്ലാരും പാലും തൈര് അല്ലെങ്കിൽ കറവ ഇതൊക്കെയാണ് കോഴ്സിന് കൊടുക്കുന്ന ടേംസ് എങ്കിലും നല്ല കോഴ്സായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ബയോളജി കൂടി വരുന്ന ഒരു കോഴ്സാണ്. അപ്പൊ എന്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ ഒത്തുപോകുന്ന ടൈപ്പ് ഒരു കോഴ്സ്. യെസ്, ഓഫ് കോഴ്സ്. ഒരു നല്ല OGPA കൂടി തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലാണല്ലോ നിൽക്കുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ഫീൽഡിലാണ്. പുതുതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പൊ എന്താ ഈ ഫീൽഡിലേക്ക് വന്നത്, കോളേജ് ഡ്രോപ്പ് ആയോ? ദെൻ ഐ വിൽ ബി ലൈക്ക് എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ദെൻ അപ്പൊ എനിക്ക് ഫുള്ളി ഇങ്ങനെ ഹിസ്റ്ററി പറയേണ്ടി വരും. അതെ അതെ അതെ, ദാറ്റ്സ് ദ തിങ്. നമുക്ക് എല്ലാം ഇങ്ങനെ പറയേണ്ടി വരും. സോ ഫൈനൽ ദെർഫോർ ഞാൻ കോളേജ് ഡ്രോപ്പ് ഔട്ട് അല്ല. ഞാൻ ആക്ച്വലി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ മിൽമയില്. അതിൽ ഫസ്റ്റ് 3 months നമുക്കൊരു ഇന്റേൺ പോലെയാണ്. പക്ഷെ ഒരു 3 months നമുക്ക് ഡിസൈഡും കൂടി ചെയ്യാം വെദർ ദിസ് വിൽ വർക്ക് ഫോർ അസ് ഓർ നോട്ട്. സെക്കൻഡ് മന്തിൽ ഞാൻ റിയലൈസ് ചെയ്തു ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് വേർ ഐ ബിലോങ്. ഇതല്ല, എനിക്ക് മറ്റെന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് ആ മൊമെന്റിലാണ് ഞാൻ വിചാരിച്ചത്. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ യെസ് ഐ ക്യാൻ. ഞാൻ അതിലേക്ക് വരാം. യെസ്. അപ്പൊ ഈ പാഷൻ തന്നെ പ്രൊഫഷനായിട്ട് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ വ്യക്തികളാവാം, അല്ലെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആവാം. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തി എന്നുള്ളതിലുപരി അതൊരു ഇൻസിഡന്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം എന്റെ ഇൻസിഡന്റ്, ആ ഒരു ടേണിംഗ് പോയിന്റ്, അതായത് ഇതാണ് ഇനി എനിക്ക് എന്ന് ചൂസ് ചെയ്ത ആ ഒരു പോയിന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ ഈ ബ്രൈഡൽ മേക്കപ്പ് ആക്ച്വലി എഞ്ചിനീയറിംഗിന്റെ ഒരു സെക്കൻഡ് ഇയറിന്റെ ഒരു അവസാനത്തോട് കൂടിയിട്ടാണ് ഞാൻ മെല്ലെ ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ടായിരുന്നു ഞാൻ ഇത് തുടങ്ങിയത്. അങ്ങനെ ഏതായാലും ഞാൻ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് നോക്കി തുടങ്ങി. ഇത് അത്യാവശ്യം എനിക്ക് വർക്ക് ആവാൻ തുടങ്ങി. ആ സമയത്താണ് കോവിഡ് ഒക്കെ വന്നത്. ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ഇതിലേക്ക് ഒന്നും കൂടെ കയറി തുടങ്ങിയപ്പോഴാണ് കോവിഡ് ഫസ്റ്റ് വന്നത്. 2020 ജാനുവരി ആ സമയത്ത്. അതിന് മുന്നേ ആണ് ഞാൻ തുടങ്ങിയത് ആക്ച്വലി.
അപ്പോ ഈ കോവിഡ് വന്നപ്പോ എനിക്ക് എല്ലാം കുറച്ച് പോസായി, എല്ലാവർക്കും എല്ലാം കുറച്ച് പോസായി. പക്ഷെ എന്റെ കേസിൽ അതെനിക്കൊരു ലക്കായിരുന്നു. കാരണം എനിക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കാര്യങ്ങൾ കിട്ടി. പിന്നെ എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയി വീട്ടിലേക്ക് വന്നല്ലോ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനുള്ള ടൈം എല്ലാം കൂടുതൽ കിട്ടി. കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ്സസ് വാസ് ഗോയിങ് ഓൺ, അതും ഞാൻ ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോവിഡ് എല്ലാം കുറച്ച് അടങ്ങിയപ്പോ എനിക്ക് വർക്കുകൾ ചെറുതായിട്ട് എടുക്കാൻ പറ്റി. 2-3 വർക്കുകളൊക്കെ എടുത്തു. പിന്നെ ഇന്റേൺഷിപ്പ് വന്നു, 4th ഇയറിലെ ഇന്റേൺഷിപ്പ്. ആ സമയത്ത് എനിക്ക് അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ വർക്കുകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പഠനം കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ജോലിക്ക് കയറിയ ഒരാളാണ്. ഓക്കെ, അപ്പൊ അത് ഒരു ഇന്റർവ്യൂ വന്നു. നമ്മൾ ഏകദേശം ഒരു 80 ആൾക്കാരയില് വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. അങ്ങനെ ഒരു ആദ്യത്തെ 5 പേർക്ക് കിട്ടി, അതിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിൽമയില് ജോലിക്ക് കയറി. പക്ഷേ ഇത് വർക്ക് സ്കെഡ്യൂൾ വാസ് സംതിങ് ഡിഫറെന്റ്. പഠിക്കുമ്പോ ഞാൻ ഈ ബ്രൈഡൽ മേക്കപ്പ് ഒന്നും എടുക്കുന്നതും ശ്രദ്ധിക്കുന്നതും പോലെയല്ല. നമ്മളൊരു ജോലിക്ക് ഒരു ഫേമിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയാണ്, അവിടുത്തെ എൻവയോൺമെന്റ് വേറെയാണ്. നമ്മൾ ജോലിയിൽ ശ്രദ്ധിക്കണം, നമ്മൾ വർക്കേഴ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിൽമയിലായിരുന്നു. മിൽമയില് അസിസ്റ്റന്റ് ഡയറി ഓഫീസർ പോസ്റ്റിൽ ഇന്റേൺ ആയിട്ടാണ് ഫസ്റ്റ് നമ്മൾ കയറുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്ലാന്റിനെ മൊത്തത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാണ്. നമ്മൾ ത്രൂ ആണ് എല്ലാം കടന്നു പോകുന്നത്. പിന്നെ നല്ല പ്രഷറുള്ള ജോബാണ്. നമ്മളെ മുകളിലുള്ള ആൾക്കാർക്ക് പ്രഷർ ഉണ്ടാവും, ആ പ്രഷർ അവർ നേരെ നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പം ഇത് മൊത്തത്തിൽ എനിക്ക് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവില്ല. അതാണ് ആക്ച്വലി എനിക്ക് ഇവിടെ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊരു പോയിന്റിൽ എനിക്ക് തോന്നി. ഈ ഇൻസിഡൻസ് ആണ് ആക്ച്വലി എന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളിത് പുറത്തുനിന്ന് കാണുമ്പോ മേക്കപ്പ് എവറിത്തിങ് വിത്ത് കളേഴ്സ് ആണല്ലേ, പല നിറങ്ങളാണ്, ഡ്രസ്സിന് ഒരു നിറം, മേക്കപ്പിന് ഒരു നിറം, ഒരു കളർഫുൾ ലൈഫാണ് എല്ലാവരും കാണുന്നത്. ബട്ട് ബിഹൈൻഡ് ദ സീൻസ് അല്ലെ, ബിഹൈൻഡ് ദ കർട്ടൻ, ചാലഞ്ചസ് ഓഫ് ദ ഫീൽഡ്. നജീബ് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോ അതാ കുറെ ബ്രൈഡ്സിനെ ഒരുക്കുന്നു, അവർ നല്ല സുന്ദരിയായിട്ട് പുറത്തോട്ട് വരുന്നു. നമ്മളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൂളായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ചില ഷോർട്സ് ഒക്കെയാണ് വീഡിയോയിൽ ഉണ്ടാവുക. ബട്ട് ദർ ഇസ് ഗോയിങ് എ ലോട്ട്. ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇതിലുള്ള ചാലഞ്ചസ് മേക്കപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മേക്കപ്പിനെ കുറിച്ച് കുറെ പേർക്ക് അറിവില്ലായ്മ ഉണ്ടാവുമല്ലോ, അതാണ് മെയിൻ ചാലഞ്ച് എന്ന് പറയേണ്ടി വരും. കാരണം ഓരോ സ്കിന്നിനനുസരിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുക. ചില സ്കിന്നിൽ നമ്മൾ ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലർക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. പക്ഷെ ഫോർ സം ക്ലയൻസ് അതിനെക്കുറിച്ച് അത്ര ഒരു അറിവുണ്ടാവില്ല. അപ്പൊ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇറ്റ്സ് അവർ ജോബ് ടു ലൈക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇന്നതാണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ബെറ്റർ, ഇത് നിങ്ങളുടെ സ്കിന്നിൽ സൂട്ട് ആവില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ക്ലയൻസിനെ കൂടുതലും ബ്രൈഡിന്റെ പാരന്റ്സിനൊക്കെ ചിലപ്പോൾ അവർക്ക് മേക്കപ്പ് ട്രെൻഡ്സിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ട്. പിന്നെ മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഈ കളർഫുൾ ലൈഫ് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ഒരാൾ കാണുന്നുണ്ടെങ്കിലും ആ കളർഫുൾ സംഭവങ്ങളെല്ലാം നടക്കുന്ന ടൈം എപ്പോഴാണെന്ന് അറിയോ? ഒരു പുലർച്ചെ ഒരു 3 AM 4 AM തൊട്ട് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ബ്രൈഡിന് റെഡി ആയിട്ട് ഇറങ്ങണം. വി വിൽ ബി മേക്കിംഗ് ദിസ് ഗേൾ പ്രെറ്റി. അത് ഉറക്കത്തിന്റെ പ്രശ്നം ഇതിലൊരു മെയിൻ ഫാക്ടർ. തലേ ദിവസം ഒരു വർക്ക് ഉണ്ടാവും, നമ്മൾ നേരെ ഈ വർക്കിന് വന്നതായിരിക്കും. അതെ. നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വർക്ക് ഒക്കെ ഉണ്ടാവുമ്പോ ഉറക്കം നമുക്കൊരു പ്രശ്നമാണ്. പറഞ്ഞു വരുന്നത് ഹെൽത്തിന്റെ ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളത് വി ഹാവ് ടു മാനേജ് ദാറ്റ്. നമ്മൾ അങ്ങനെ ഒരു വർക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു 6 hours അല്ലെങ്കിൽ 8 hours സ്ലീപ്പിന് നമ്മൾ ടൈം കണ്ടെത്തണം. ഓക്കെ, വെരി ഗുഡ്. ദെൻ അബൌട്ട് യുവർ എക്സ്ട്രാ ആക്ടിവിറ്റീസ്. ഇപ്പൊ ബ്രൈഡൽ മേക്കപ്പ് പറഞ്ഞു, അല്ലാതെ ഒരു അക്കാഡമി റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ട്രാവലിംഗ്, ജ്വല്ലറി ബിസിനസ്, ബൊക്കെ ബിസിനസ്, പിന്നെ കൊളാബറേഷൻസ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് അക്കാഡമി. നമ്മള് ഇപ്പം അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 years ആയി. ബ്രൈഡൽ മേക്കപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ 7 years ആവുന്നു. അപ്പോ അക്കാഡമി ഇപ്പം ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നു. മേക്ക് ഓവർ അക്കാഡമി. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 years ആയിപ്പോ ഇൻ പേഴ്സൺ ക്ലാസ്സും പിന്നെ അതുപോലെ ഓൺലൈൻ ബാച്ചസും ഗോയിങ് ഓൺ ആണ്. ഇൻ പേഴ്സൺ ബാച്ച് ഇപ്പം 16 batches കഴിഞ്ഞു. ഇതിന് പാരലൽ ആയിട്ട് ഓൺലൈൻ ബാച്ചസ് നടക്കുന്നുണ്ട്. അതിപ്പോ 17ാമത്തെ ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൂത്ത് ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ നല്ല സപ്പോർട്ടീവ് ആണ്. തിരിച്ചും ഫീഡ്ബാക്ക് നമുക്ക് തരാറുണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഐ എം വെരി ട്രാവൽ എന്തൂസിയാസ്റ്റിക്. ട്രാവലിംഗ്. യെസ്. അപ്പൊ ട്രാവലിംഗ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ എന്റെ വലിയ ആഗ്രഹമാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് ട്രാവൽ ചെയ്തതിന് കുറെ കൺട്രീസ് പോയിട്ടുണ്ടാവും ഏകദേശം. ഞാനിപ്പോ 5 countries ആണ് ഞാൻ വിസിറ്റ് ചെയ്തത്. ദുബായ് വിസിറ്റ് ചെയ്തു, വിയറ്റ്നാം, മലേഷ്യ, പിന്നെ സിംഗപ്പൂർ, പിന്നെ തായ്ലൻഡ്,
ഇതൊക്കെ വിസിറ്റ് ചെയ്തു. എനിക്ക് വിയറ്റ്നാം അതിൽ കുറച്ച് വെറൈറ്റി ആയിരുന്നു, കാരണം ഒരു ഫുൾ പാക്കഡ് ട്രിപ്പ് ആയിരുന്നല്ലോ അതില്. കാരണം അത് ഞാൻ യൂട്യൂബ് നോക്കുമ്പോ അതിനകത്ത് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഫാമിലിയിൽ തന്നെ എനിക്ക് തോന്നുന്നു മദറൊക്കെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നല്ലേ, സിസ്റ്റേഴ്സ് എല്ലാവരെയും കൊണ്ടുപോയി. അതെ, ദാറ്റ് വാസ് ആക്ച്വലി എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണ്. പപ്പ മുന്നേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, പക്ഷെ എന്റെ സിസ്റ്റേഴ്സ്, എന്റെ ഉമ്മച്ചി അവരാരും കയറിയിട്ടില്ല. അപ്പൊ ഞാൻ ആക്ച്വലി കുറെ മുന്നേ തൊട്ടേ, ഞാൻ ഏൺ ചെയ്യുന്നതിന് മുന്നേ തൊട്ടേ എന്റെ ഭയങ്കര വലിയ ഡ്രീമാണ് ഇവരെ ഒന്ന് എവിടേക്കെങ്കിലും ഒരു വേറെ കൺട്രി വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ ഞാന് അവരോട് ഇത് സർപ്രൈസ് ആയിട്ട് പറയാൻ വരെ ഞാൻ ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുക. സർപ്രൈസ് ട്രിപ്പ് ആയിരുന്നല്ലോ. അതെ അതെ അതെ. ഞാൻ പെട്ടെന്ന് ഒരു ദിവസമാണ് പറഞ്ഞത്, നമ്മള് ഈ മന്ത് വിയറ്റ്നാമിൽ പോകുന്നു. ഇവിടെ ഒന്നല്ല പോണത്, കാശ്മീരോ നമ്മുടെ നാട്ടിലൊന്നും അല്ല, ഒരു വിദേശ രാജ്യം അല്ലേ, വേറെ ഏഷ്യൻ കൺട്രിയിലോട്ടാണ് പോകുന്നത്. അത് പറഞ്ഞപ്പോ കണ്ടു നിറഞ്ഞോ കുറച്ച്? ആ വീഡിയോ അകത്ത് കാണാം, ഞാൻ കണ്ടു. ഹെന്നയുടെ ഉമ്മ ഹെന്നയുടെ തോളിൽ ഇങ്ങനെ ചായുന്നത്, സന്തോഷം, ഫീൽഡ് വിത്ത് ടീയേഴ്സ്, ആനന്ദ കണ്ണീര് വന്നിട്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ചാനൽ ചെക്ക് ചെയ്തപ്പോ അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തം കഴിവ് ചെറുതിലെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കഴിവ് വെച്ച് നന്നായി ഏൺ ചെയ്ത് ഫുൾ ഫാമിലി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് പലർക്കും അതൊരു സ്വപ്നമാണ്. ബട്ട് in your case the dream came true. Yes, hats off to you and that's a wonderful thing. Yes. Then എന്നെ കുറെ നാളായിട്ട് മേക്കപ്പ് ചെയ്യുന്നു. അപ്പോഴും നമുക്കൊരു ഡിലേമ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജില്. ഇതെന്റെ വഴിയാണോ, ഇനി അതിലോട്ട് ചാണോ, സ്വിച്ചിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടാവൂലേ, അങ്ങോട്ട് സ്വിച്ച് ചെയ്യണോ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണോ എന്താവും. പക്ഷെ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് വരുമ്പോ ഇത് തന്നെയാണ്, ദിസ് ഇസ് മൈ ഓൺ വേ, ഇത് തന്നെയാണ് എന്റെ വഴി എന്ന് ആ ഒരു മൊമെന്റ് ഏതായിരുന്നു ആക്ച്വലി? ഇത് തന്നെയാണ് എന്റെ വഴി എന്ന് എനിക്ക് തോന്നിയത് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തിരുന്ന ജോബ് ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ പഠിച്ച ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ജോബിന് പോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോബ് നോക്കണോന്ന് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിലേമ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. വീട്ടുകാരും എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് പഠിച്ചതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി നോക്കാൻ തന്നെ ആയിരുന്നു. ഒബ്വിയസ്ലി അതായിരിക്കും, ബിക്കോസ് വി ഹാവ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ഇയേഴ്സ് വർക്കിംഗ് ഓൺ ദാറ്റ്. പഠിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ വർഷങ്ങൾ നമ്മൾ അതിന്റെ പിന്നാലെ ആയിരുന്നല്ലോ. അപ്പൊ അതിന് ശേഷം ഞാൻ വീട്ടിലെത്തി. പിന്നെ ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്ത് എന്റെ കഴിവ് ഇങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ബ്രൈഡൽ ബുക്കിംഗ്സ് കിട്ടുന്നത് അത്ര അധികമൊന്നുമില്ല, ഇപ്പൊ ഉള്ള പോലെ അങ്ങനെ ബിസിയോ ഒന്നുമല്ല. കുറച്ചൊരു മാസത്തിൽ നമുക്ക് 1-2 വർക്കുകളൊക്കെ കിട്ടും. പക്ഷെ ആ കിട്ടുന്ന വർക്കുകളില് നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ, നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നേഷൻ, പിന്നെ നമുക്ക് കിട്ടുന്ന നമ്മളുടെ സെൽഫ് ഹാപ്പിനെസ്, ഈ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇതാണ് എന്റെ ഏരിയ എന്ന് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഗുഡ്. പിന്നെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പാരന്റ്സ് ആണെങ്കിലും ഇപ്പൊ ഹസ്ബൻഡ്, എന്നോട് ഹസ്ബൻഡാണ് ഇപ്പൊ കൂടെ വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് സപ്പോർട്ട് ഓഫ് ഫാമിലി റൈറ്റ് നൗ ആൻഡ് ബിഫോർ? ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്റെ ബാക്കിലുള്ളത്. മുന്നോട്ട് എന്തെന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനും എനിക്കില്ല, ബിക്കോസ് ഐ ഹാവ് എ വെരി സപ്പോർട്ടീവ് ഫാമിലി ബിഹൈൻഡ് മീ. എസ്പെഷ്യലി പറയാനാണെന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ്, ഹി ഈസ് വെരി സപ്പോർട്ടീവ്. ഹസ്ബൻഡിന്റെ പേര് ഷാഹിൻ ഷാ. ഹായ് ഷാഹിൻ ഷാ. അതായത് ഈവൻ ഞാൻ ഈ പ്രൊഫഷൻ തുടങ്ങുന്നൊക്കെ സമയത്ത് തന്നെ, അന്ന് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടില്ല, ബട്ട് നമ്മള് കോണ്ടാക്ട് ഉള്ള ടൈമാണ്. അവൻ അതിന് സപ്പോർട്ട് ആയിട്ടുള്ള പോലെ തന്നെയായിരുന്നു അന്ന്. പക്ഷെ അന്ന് അവന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അന്നൊക്കെ ഞാൻ മൈസെൽഫാണ് ഇങ്ങനെ തുടങ്ങിയത്. പക്ഷെ പിന്നീട് എനിക്ക് കുറച്ച് ദൂരത്തൊക്കെ വർക്ക് വരുമ്പോ എന്തായാലും എനിക്ക് വേറൊരാൾ വേണം എന്റെ കൂടെ വരാന്, പിന്നെ ഡ്രൈവ് ചെയ്യാന്. നമ്മൾ 4 hours ബ്രൈഡൽ മേക്കപ്പ് വർക്ക് ഉണ്ടാവുമ്പോ അതിന്റെ ഇപ്പുറത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് എത്തണം, കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതിനൊക്കെ എനിക്ക് സപ്പോർട്ടായി നിന്നിരുന്നത് എന്റെ ഹസ്ബൻഡാണ്. വർക്ക് കൂടാതെ ആളിപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ മാനേജിങ്, നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിൻലി, പിന്നെ നമുക്ക് അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനും, കാരണം മൾട്ടിപ്പിൾ ബിസിനസ്സസ് ഇപ്പൊ നമ്മള് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അക്കൗണ്ട്സ് മാനേജിങ് എല്ലാ കാര്യങ്ങളും ആളാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി എന്നാണെന്നുണ്ടെങ്കിലും ഇപ്പോ നല്ല സപ്പോർട്ടാണ് എല്ലാരും. എന്റെ വർക്ക് സ്കെഡ്യൂളിനൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പപ്പ, ഉമ്മച്ചി എല്ലാരും, പിന്നെ സിസ്റ്റേഴ്സ് ഒബ്വിയസ്ലി. പിന്നെ പക്ഷെ ഇതിന് മുന്നേ ഞാനിത് തുടങ്ങിയ സമയത്ത് സിറ്റുവേഷൻസ് ഇങ്ങനെ ആയിരുന്നില്ല. എന്റെ
ഫാമിലി സൈഡിൽ നിന്ന്. അതായത് 5 years മുന്നേ നമ്മളുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വേഴ്സ് ആയിരുന്നു. അതായത് മെയിൻലി സ്പീക്കിംഗ് അബൌട്ട് മൈ പപ്പ ആൻഡ് ഉമ്മച്ചി. അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്റെ പാരന്റ്സിനല്ല, എല്ലാ പാരന്റ്സിന്റെ കേസ് അങ്ങനെ ആയിരിക്കും. അന്ന് ഇത്ര അധികം സോഷ്യൽ മീഡിയയുടെ ഇല്ല, അധികം കസ്റ്റം വന്നിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഉള്ള വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനെ കുറിച്ച് അത്ര അധികം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇതൊരു കരിയർ ഓപ്ഷൻ ആണോ എന്നുള്ളതിനെ പറ്റി പോലും അന്നൊരു ക്ലാരിറ്റി അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പഠിക്കാൻ ഓക്കെ ആയിരുന്ന ആള് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ഫീൽഡിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഏതൊരു പാരന്റിനും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ പോലെ തന്നെ എന്റെ പാരന്റ്സിനും ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി ഫ്രണ്ട്സ് ഇവരൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ദേ വർ ലൈക്ക് കൺഫ്യൂസ്ഡ്. വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല എന്നോട്, പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ള നിങ്ങളൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ടായിരിക്കും. യെസ്, അതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയുന്നത്. ആ ഒരു ജോലി നോക്കല്ലേ നല്ലത്, അതിന്റെ സൈഡായിട്ട് പോരെ ഇത് എന്നുള്ള പോലെ ആയിരുന്നു. ഇപ്പൊ എല്ലാരും തിരുത്തി പറയുന്നില്ല. ഇപ്പൊ എല്ലാരും തിരുത്തി പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഹോൾ ഹാർട്ടഡ്ലി അവരെല്ലാരും ഭയങ്കര സപ്പോർട്ടീവും ആണ്. കൺഗ്രാറ്റുലേഷൻസ് ടു യു ഫോർ യുവർ എഫേർട്ട്, ഫോർ യുവർ പേഷ്യൻസ്. ഇത് ക്ഷമ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണല്ലോ. ആ ക്ഷമക്ക് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അവരൊക്കെ നമുക്ക് സഹായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് അവരെ എയ്ഡ് ചെയ്യാൻ പറ്റും. ചാരിറ്റി ബിഗിൻസ് ഇൻ ഫാമിലി എന്നാണല്ലോ. ദെൻ ഞാൻ നേരത്തെ ഹെന്ന പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരാം. സോഷ്യൽ മീഡിയ, അത് ഹെന്നക്ക് എന്താണ്? സോഷ്യൽ മീഡിയക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാമാണ് എന്ന് പറയേണ്ടി വരും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ, അതില് ആൾക്കാർ വരുന്നു, മേക്കപ്പ് ചെയ്യുന്നു, പോകുന്ന ഒരു ദാറ്റ് വാസ് എ സിമ്പിൾ തിങ്. ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആർട്ടിസ്റ്റിനാണ് ഡിമാൻഡ്. അപ്പം നമുക്ക് ഇപ്പം കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. ആസ് എ ബ്രൈഡ് അവർക്ക് വെഡിങ്ങിന്റേതായ തിരക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ ബ്യൂട്ടി പാർലർ അങ്ങോട്ട് പോകുന്ന പോലെ നമ്മള് തമാശക്ക് പറയില്ലേ, അതേപോലെ അതായത് സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലർ ആയിട്ടാണ് ഇപ്പൊ നമ്മള്. അപ്പൊ ഈ ഫ്രീലാൻസ് ആയിട്ട് നമ്മൾക്ക് വർക്കുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇസ് എ ബിഗ് തിങ്. ഒരു ബ്യൂട്ടി പാർലർ ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലർ കുറെ പേര് കാണുന്നു, അവിടേക്ക് വരുന്നു. ഫേസ്ബുക്ക് അങ്ങനത്തെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ആണ് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ അതില് ലൈക്ക് കാഷ്വലി നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ബിഫോറും ആഫ്റ്ററും എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് കാണുന്ന ഒരു ക്ലയന്റിന് ഓക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇവരെ ഇത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വെഡിങ്ങിന് ഈ ആർട്ടിസ്റ്റിനെ മതി എന്നുള്ള അവരുടെ ആ ഒരു ഡിസിഷനിലാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ ഇസ് എ ബിഗ് തിങ്. കണക്ട് ചെയ്യാൻ വളരെ ഈസി ആണല്ലോ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മോഡേൺ എറ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ഈ ഓൺട്രപ്രണർഷിപ്സ് അല്ലെങ്കിൽ സംരംഭം, ഇതിനുള്ള ഒരു സാധ്യത, പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ഒരു കാലഘട്ടത്തില് ഓൺട്രപ്രണർഷിപ്പിന് നല്ല, അതായത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. നല്ല സ്കോപ്പും ഈ ഒരു കാര്യത്തിനുണ്ട്. സ്കോപ്പ് ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മള് അതിന്റെ ഒരു അതർ സൈഡ് കൂടി ഉണ്ട്, റിസ്ക്സ്. നമുക്ക് ഈ ഒരു പാഷൻ പ്രൊഫഷൻ ആക്കുന്നതും അതിൽ ത്രൂ നമ്മളൊരു ഓൺട്രപ്രണർ ആവുന്നതുമൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നമുക്ക് പേഴ്സണലി നല്ല ഹാപ്പിനെസ് തരും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്വയമേ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആവശ്യമുള്ള അത്ര നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. നമുക്ക് ഇഷ്ടമുള്ളപ്പോ ജോലി ചെയ്താലും മതി. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. നമ്മളല്ലാത്തൊരു ലൈക്ക് ഒരു കോർപ്പറേറ്റ് ജോബ് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി പീപ്പിൾ ടു ഓർഡർ, ലൈക്ക് ഇന്ന സമയത്ത് ഇത്ര ചെയ്യണം, ഇത് ഇന്ന ഇതിലെ സ്കെഡ്യൂളിൽ തീർക്കണം എന്ന്. ദർ വിൽ ബി കമാൻഡ്സ്. പക്ഷെ ഇവിടെ വി ഹാവ് ഫ്രീഡം ഓഫ് ചോയ്സ്. നമ്മളാണ് ഹൈക്കമാൻഡ് അല്ലേ? യെസ്, വി ആർ ദ ബോസ്. യെസ്, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ഫീലിംഗ്. Then message to the upcoming generation and parents on choosing passion and making their success. അതായത് ഈ ഒരു പുതിയ കാലഘട്ടത്തില് ടിപ്പിക്കൽ രീതിയിൽ നിന്ന് മാറിയിട്ട് പാഷൻ തിരഞ്ഞെടുക്കുന്നതും അതുവഴി നമ്മുടെ സക്സസ് കണ്ടെത്തുന്നതും, അതിനോടനുബന്ധിച്ച് പുതിയ തലമുറയ്ക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഹെന്നയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇതിനെ പറ്റി എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പാഷന്റെ പുറകെ നമ്മൾ പോകുമ്പോ നമ്മളുടെ റൈറ്റ് ഡിസിഷൻ ആണോ എന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു സ്റ്റാർട്ട് സ്ലോ. ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം.
ഇപ്പം ഞാൻ തുടങ്ങിയതാണെങ്കിൽ തന്നെ ഞാനൊരു അറിയപ്പെടുന്ന ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടക്കത്തിലേ വന്നതല്ല. ദർ വിൽ ബി എ ഗ്രോയിങ് സ്റ്റേജ്. അപ്പൊ അതിന് നമ്മളൊരു ടൈം കൊടുക്കണം. അപ്പൊ അതാണ് എനിക്ക് ഈ അപ്കമിങ് ആയിട്ടുള്ള കുട്ടികളോടും പാരന്റ്സിനോടും പറയാനുള്ളത്. പേഷ്യൻസ്. അതായത് ഏത് ഫീൽഡിനാണെന്നുണ്ടെങ്കിലും ദർ വിൽ ബി എ ഗ്രോയിങ് സ്റ്റേജ്. ചെറുതായിട്ട് ഗ്രാജുവൽ ആയിട്ടാണ് നമ്മൾ വളർന്നു പോവുക. അതിന് നമ്മളൊരു ടൈം കൊടുക്കണം. നമ്മൾക്ക് പേഷ്യൻസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്യണം. പാരന്റ്സിനോട് മെയിൻലി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്തായാലും പാരന്റ്സും കുട്ടികളും തമ്മിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ കുട്ടികൾ പുതിയ ഐഡിയാസ് പറയുമ്പോ പാരന്റ്സിന് അത് കേൾക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു പേഷ്യൻസ് അവർക്കും വേണം. എന്തെങ്കിലും പുതിയ തോട്ട് അല്ലെങ്കിൽ പുതിയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത വഴിക്ക് ഇമ്മീഡിയറ്റ്ലി നോ എന്ന് പറയുന്നതിന് പകരം ടേക്ക് സം ടൈം. അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക, നിങ്ങൾ കുറച്ച് ടൈം എടുക്കുക, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, ഒന്ന് അന്വേഷിക്കുക. അതിനൊക്കെ പുറമെ നിങ്ങളുടെ കുട്ടിയായിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യുക. ഈ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ടീം വർക്ക് ആയിട്ട് അത് മാറുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അതിൽ നിന്ന് നല്ല ഔട്ട്കം നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അത് ഈ കുട്ടിക്ക് മാത്രമല്ല ഹെൽപ്ഫുൾ ആവുന്നത്, ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും പാരന്റ്സിനും കൂടെ അത് വലിയ ഒരു ഹെൽപ്പായി നല്ല രീതിയിൽ അവർക്ക് എയ്ഡ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല മെസ്സേജ് ആണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടോ? 2 വരി പാടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 വരി എന്നോട് കേൾക്കാം നമുക്ക്. अभी ना जाओ छोड़कर कि दिल अभी भरा नहीं, अभी ना जाओ छोड़कर कि दिल अभी भरा नहीं. വെരി ഗുഡ്. നന്നായിട്ട് പാടുന്നുണ്ട്. ഇതും കൂടെ ഒരു സാധ്യതയാണ് കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. കാരണം നേരത്തെ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. വെരി ഗുഡ്. എന്തായാലും ഹന്ന, ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റി. വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ് ടു യുവർ ഫർദർ ജേർണി. കാരണം ഒരിക്കലും ഡോണ്ട് സ്റ്റോപ്പ്. ചൂസ് യുവർ ലൈഫ്, ലീവ് ലോങ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ. ബിസിനസ് ഇനിയും ഗ്രോ ആവട്ടെ. നമുക്ക് വീണ്ടും ഒരിക്കലും ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു ഹന്ന. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്. അപ്പൊ അത് ആകാശവാണിയിൽ തന്നെ ആയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ആൻഡ് യു ഓൾസോ വെരി ഫ്രണ്ട്ലി. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ത്രൂ ഔട്ട് ദിസ് സെഷൻ. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു സ്ഥാപനത്തില് എനിക്ക് ഇങ്ങനൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ചിറ്റാറ്റ് തരാൻ പറ്റിയതില് അപ്പം അതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. Thank you so much to Agavashwani and to Najib. Thank you so much. Thank you so much for having me.